എന്റെ അമ്മോ, ഹിന്ദു പ്രൊപ്പഗണ്ട മൂവി സീരീസിലെ അടുത്ത ഐറ്റം ശ്രീരാമൻ ഭക്തി അങ്ങനെയൊക്കെയുള്ള ചിന്തയോട് കൂടിയാണ് ഈ പടം കാണാൻ പോയതെങ്കിലും അങ്ങനെ നല്ല കേട്ടോ. നല്ല ഒന്നാം തരം തിയേറ്റർ എക്സ്പീരിയൻസ്. ഇതിന്റെ സ്റ്റോറി എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, നമുക്ക് പരിചയമുള്ള സംഭവമൊക്കെ തന്നെ. പക്ഷെ അതൊക്കെ എടുത്തു വെച്ചിരിക്കുന്ന രീതി ഉണ്ടല്ലോ, ഇന്നത്തെ വിഷ്വൽസ്, ഫൈറ്റ്, BGM, നൈറ്റ് ഷോട്ട്സ് ഒക്കെ ടോപ്പ് ക്ലാസ്. ഇതിലെ ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ കുറെ ഫൈറ്റ് ഉണ്ട്, എല്ലാം ഒന്നിനൊന്നിനും മെച്ചം. ഒരു ഫൈറ്റർ ചേച്ചിയുണ്ട്, പുള്ളിക്കാരത്തെ ആണെങ്കിൽ പ്രൊഫഷണൽ ഫൈറ്റർ, അന്യായ പെർഫോമൻസ്. ഈ പടത്തിന്റെ ട്രെയിലർ ആദ്യം കണ്ടപ്പോൾ ഞാൻ കരുതിയിട്ട് നായകന്റെ ഇച്ചിരി ഓവർ ആക്ടിംഗ് ആയിരിക്കും. പിന്നെ സ്ഥിരം തെലുങ്ക് പടങ്ങളിലെ പോലെ നായകന്റെ കൂടെ കുറെ ചളി വാരി തരാൻ വേണ്ടി ഒരു കൊമേഡിയും കാണില്ല. പക്ഷെ ഇതിലൊരുത്തിട്ടുണ്ട്, അവൻ കറക്റ്റ് ടൈമിങ്ങാണ്. പിന്നെ കോമഡിക്ക് വേണ്ടി കുറച്ച് പോലീസുകാരെ കുത്തിക്കേറ്റിട്ടുണ്ട്, രണ്ട് താടി വെച്ച പോലീസുകാർ. കണ്ടാൽ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ രാജ്കുമാരുടെ ചെറിയൊരു കട്ടുണ്ട്. പക്ഷെ ആ സിനിമയിൽ ആവശ്യമൊന്നുമില്ല അവർ, പക്ഷെ എന്നിരുന്നാലും ഓരോട്ടും ഓവറാക്കിയിട്ടൊന്നുമില്ല. പിന്നെ ഈ സിനിമയിലെ നായിക ഒരു സുന്ദരി ഒരു പെണ്ണ്, ഒരു കൊച്ചു പെണ്ണ്, ഋതിക നായിക് എന്നാണ് പെണ്ണിന്റെ പേര്. എന്നെ കണ്ടുകൊണ്ടിരിക്കുക, നല്ല അഭിനയം, ഒരുപാട് ഇഷ്ടമായി. പക്ഷെ ആ സിനിമയുടെ അനാവശ്യമായ ഒരു ലവ് സീനോ അനാവശ്യമായിട്ട് ഒരു ലവ് സോങ്ങോ ഒന്നും തന്നെ ഇല്ല. ആ പടത്തിന് ആകപ്പാടെ ഒരു പാട്ടം കണ്ടേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് കുറച്ച് വെപ്പൺസ് ഉണ്ട്, നമ്മളതിന് കണ്ടിട്ടില്ലാത്ത കുറച്ച് വെപ്പൺസ്. മറ്റേ ആ ഫൈറ്റർ ചേച്ചിയുടെ കയ്യിൽ ഒരു വെപ്പൺ ഉണ്ട്, പിന്നെ സൗണ്ട് കൊണ്ട് ഉണ്ടാക്കുന്ന വെപ്പൺ ഉണ്ട്. അത് വെച്ചിട്ടുള്ള ഫൈറ്റൊക്കെ ഉഗ്രൻ എഫക്റ്റ് തന്നെ. പിന്നെ BGM മിക്ക സീനും എലിവേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ ഗൂസ് ബംസ് ഉണ്ടാക്കുന്ന കുറെ BGMs ഉണ്ട്. ചിലപ്പോൾ ഇനി അടുത്ത റീൽസിലൊക്കെ കയറി ഭരിക്കാൻ പോകുന്ന ടൈപ്പുള്ള ഐറ്റംസ് ഒക്കെ തന്നെ. നമ്മുടെ ജയറാമേട്ടനൊക്കെ ഉണ്ട്. ജയറാമേട്ടൻ സാധാരണ അന്യഭാഷയിലൊക്കെ അഭിനയിക്കാൻ പോയി കഴിഞ്ഞാൽ കുറെ അലമ്പ് റോളൊക്കെയാണ് ചെയ്യാറ്. പക്ഷെ ഇതിനകത്ത് പുള്ളി കുറച്ച് നേരെ ഉള്ളൂ, പക്ഷെ ആ ഉള്ള റോള് മര്യാദ ചെയ്തിട്ടുണ്ട്. പിന്നെ ശ്രേയാസന്റെ റോളോ നല്ല പവർഫുൾ റോളാണ്. പിന്നെ വില്ലിയുടെ നല്ല ഉഗ്രനായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ കൽക്കി പോലത്തെ സിനിമകളൊക്കെ ഇഷ്ടപ്പെട്ടവർക്ക് ഈ സിനിമയെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. ഈ പടം കൽക്കിയുടെ അത്രയൊന്നുമില്ല, എന്നിരുന്നാലും നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. പിന്നെ പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്, പക്ഷേ കുറെ വയലൻസും ഉണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു മസ്റ്റ് തിയേറ്റർ വാച്ച്.